രാഷ്ട്രീയ രംഗത്തെ അമ്പരപ്പിച്ച് ഒന്നിച്ച് കൈകോർത്ത് മത്സരിക്കാനൊരുങ്ങുകയാണ് CPM-ഉം കോൺഗ്രസും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗിനെതിരെ CPM-ഉമായി കൈകോർത്തിരിക്കുകയാണ് കോൺഗ്രസ്. പുതിയ സഖ്യത്തിൽ ഞെട്ടിയിരിക്കുകയാണ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ നേതാക്കൾ. മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിലാണ് വിചിത്ര സഖ്യം. ജനകീയ മുന്നണി എന്ന പേരിലാണ് സഖ്യം രൂപപ്പെട്ടത്. കോൺഗ്രസ് 11 സീറ്റിലും CPM 5 സീറ്റിലും മുന്നണിയായി ഒന്നിച്ച് മത്സരിക്കാനാണ് ധാരണ വന്നിട്ടുള്ളത്. 2 സീറ്റുകൾ ടീം പൊന്മുണ്ടം എന്ന കൂട്ടായ്മയ്ക്ക് നൽകാനും ധാരണയായിട്ടുണ്ട്. CPM സഖ്യത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളാണ്. ജില്ലാ ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പ്രസിഡന്റും അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാവും. ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കളെ മത്സരിപ്പിക്കാനാണ് CPM-ന്റെ തീരുമാനം. മുന്നണി പൊളിച്ചത് മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസ് ജനാധിപത്യ മതേതര പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മത്സരിക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് NR ബാബു വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് CPM ധാരണയ്ക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള തിരഞ്ഞെടുപ്പ് നേതൃത്വം ഗൗരവമായി കാണണമെന്നും ഇല്ലെങ്കിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നും മുസ്ലിം ലീഗ് നേതാവ് മൊയ്തീൻകുട്ടി പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി കോഴിക്കോട് ജില്ലയിൽ പരസ്യ ധാരണ പാടില്ലെന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗിനെ അറിയിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് കോൺഗ്രസിന്റെ ഈ നീക്കം. ഇതോടെ കോഴിക്കോട് കഴിഞ്ഞ തവണ വെൽഫെയർ പാർട്ടിക്ക് നൽകിയ ജില്ലാ പഞ്ചായത്ത് സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുക്കും. കോഴിക്കോട് ജില്ലയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് അടക്കം 33 സീറ്റിൽ കഴിഞ്ഞ തവണ ധാരണയുണ്ടായിരുന്നു. മലപ്പുറത്ത് 35 സീറ്റിലും കഴിഞ്ഞ തവണ വെൽഫെയർ പാർട്ടിയുമായി ധാരണയും ഉണ്ടായിരുന്നു. മലപ്പുറത്ത് 25 സീറ്റിലും കോഴിക്കോട് 11 സീറ്റിലുമാണ് കഴിഞ്ഞ തവണ വെൽഫെയർ പാർട്ടി ജയിച്ചത്. മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി UDF ധാരണയുണ്ടാക്കുന്നത് CPM പ്രചാരണ വിഷയമാക്കുമെന്ന്, അതുമൂലം ഭൂരിപക്ഷ സമുദായം UDF-ൽ നിന്ന് അകലുമെന്നുമാണ് കോൺഗ്രസ് ഭയക്കുന്നത്. എന്നാൽ വെൽഫെയർ പാർട്ടിയുടെ പരസ്യധാരണ ഇത്തവണയും ഉണ്ടാവുമെന്ന് മുസ്ലിം ലീഗ് പരസ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. വെൽഫെയർ പാർട്ടി ശക്തമായ മുക്കത്തും ചേന്ദമംഗല്ലൂരിലും അടക്കം പരസ്യധാരണ പാടില്ലെന്നാണ് കോൺഗ്രസ് നൽകുന്ന നിർദ്ദേശം. എന്നാൽ വെൽഫെയറുമായി രഹസ്യധാരണ ഉണ്ടാക്കുന്നതിൽ തെറ്റില്ലെന്ന നിലപാടും അവർക്കുണ്ട്. രഹസ്യധാരണയ്ക്ക് വെൽഫെയർ തയ്യാറാവുമോ എന്നാണ് നേതൃത്വം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പരസ്യമായി വോട്ട് സ്വീകരിച്ചതോടെ RMPയെ ചേർത്തതുപോലെ UDF-ൽ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യവുമായി വെൽഫെയർ രംഗത്ത് വന്നിരുന്നു. അതേസമയം ജില്ലാടിസ്ഥാനത്തിൽ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സംവരണത്തിന്റെ എണ്ണം നിശ്ചയിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. അധ്യക്ഷ സ്ഥാനങ്ങളിൽ സംവരണം ചെയ്യേണ്ടവയുടെ ആകെ എണ്ണം സർക്കാർ മേയിൽ നിശ്ചയിച്ചു നൽകിയിരുന്നു. ഇത് പ്രകാരം 941 പഞ്ചായത്തുകളിൽ 471 അധ്യക്ഷ സ്ഥാനങ്ങളാണ് വനിതകൾക്ക്. ഇതിൽ പട്ടികജാതി വനിതയ്ക്കുള്ള 46, പട്ടികവർഗ വനിതയ്ക്കുള്ള 8 എന്നിവയും ഉൾപ്പെട്ടിരുന്നു. പട്ടികജാതിയിലെയും പട്ടികവർഗത്തിലെയും പൊതുവിഭാഗങ്ങൾക്ക് യഥാക്രമം 46, 8 എന്നിങ്ങനെ അധ്യക്ഷ സ്ഥാനങ്ങൾ. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 77 എണ്ണം വനിതാ സംവരണമാണ്. പട്ടികജാതി വനിതകൾക്കുള്ള 8 എണ്ണവും പട്ടികവർഗ വനിതകൾക്കുള്ള 2 എണ്ണവും ഉൾപ്പെടെയാണിത്. പട്ടികജാതി പൊതുവിഭാഗം, പട്ടികവർഗ പൊതുവിഭാഗം 1 എന്നിങ്ങനെയാണ് മറ്റു സംവരണം. ഇത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി കമ്മീഷൻ ജില്ലാ അടിസ്ഥാനത്തിൽ വിഭജിച്ച് നൽകി. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് അധ്യക്ഷ സംവരണം എന്ന് നിശ്ചയിക്കുക. കഴിഞ്ഞ തവണ സംവരണം വന്നത് ഒഴികെയുള്ളവയാകും വനിതാ പൊതുവിഭാഗം സംവരണം വരുന്ന അധ്യക്ഷ സ്ഥാനങ്ങളായി തിരഞ്ഞെടുക്കുക. എന്നാൽ പട്ടികജാതി വനിത, പട്ടികവർഗ വനിത, പട്ടികജാതി ജനറൽ, പട്ടികവർഗ ജനറൽ എന്നിവയ്ക്ക് ജനസംഖ്യ ആനുപാതികമാണ് സംവരണം നിശ്ചയിക്കുക. 1995 മുതലുള്ള സംവരണം പരിശോധിക്കും. തുടർച്ചയായി 2 തവണ സംവരണം വന്നവയെ ഒഴിവാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.